ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണ് വന്നിട്ടുള്ളത്. ഒരു മാസം കൊണ്ട് നമുക്ക് 5K സബ്സ്ക്രൈബേഴ്സ്, നിങ്ങളുടെ സപ്പോർട്ടാണ്. ഒറ്റ മാസം കൊണ്ടാണ് നമുക്ക് 5K സബ്സ്ക്രൈബേഴ്സ് എത്തിയത്. നിങ്ങളുടെ ഈ സ്നേഹത്തിന് 1000 നന്ദി കേട്ടോ. നമ്മൾ പ്ലാന്റ്സ്, ചെടികൾ, ഗാർഡനിങ് ടിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് പറഞ്ഞു ഞാൻ എത്ര ബോഗൺവില്ല കട്ടിങ്സ് പിടിപ്പിച്ചിട്ടും ശരിയാവുന്നേ ഇല്ല, കട്ടിങ്സ് പിടിക്കുന്നില്ല എന്ന്. അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്, നിങ്ങൾ എടുക്കുന്നത് ചിലപ്പോൾ സോഫ്റ്റ് കട്ടിങ് ആയിരിക്കും. അപ്പം നമ്മൾ കട്ടിങ്സിന് എടുക്കേണ്ടത് സെമി ഹാർഡ് എന്ന് വെച്ചാൽ ഒരുപാട് നൈസും അല്ല, ഒരുപാട് വണ്ണം കൂടിയതല്ലാത്ത ഒരു കട്ടിങ്സ് ആണ് എടുക്കേണ്ടത്. നല്ല വെയിൽ കാലമൊക്കെ ആണെങ്കിൽ കാറ്റും വെയിലും ഒക്കെ വന്നിട്ട് ഈ തണ്ടിൻ്റെ ഈർപ്പം നഷ്ടപ്പെട്ടിട്ടും ചിലപ്പം കട്ടിങ്സ് പിടിക്കാറില്ല. ഒരു റൂട്ടിംഗ് ഹോർമോണൊക്കെ ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ കട്ടിങ് പിടിക്കും. അത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ, എങ്ങനെയാണ് അത് കട്ടിങ് ഏറ്റവും അടിപൊളിയായിട്ട് പിടിപ്പിക്കാന്ന്. വളമൊന്നും നമ്മൾ ആദ്യമേ റൂട്ടിങ് വരുന്നതിൻ്റെ മുന്നേ കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം റൂട്ടാണ് വരേണ്ടത്. റൂട്ട് വന്നതിന് ശേഷം നമുക്ക് വളം കൊടുത്താൽ മതി. അങ്ങനെയായിട്ടും ചിലപ്പം അങ്ങനെയുള്ള പ്രശ്നം വരാറുണ്ട്. പിന്നെ ഒരു 4 മുതൽ 6 ഇഞ്ച് വരെയുള്ള കമ്പുകളാണ് വേണ്ടത്. ചിലപ്പോൾ അതിൻ്റെ വലിപ്പക്കുറവ്, അങ്ങനെയൊക്കെ തിക്നെസ് ഒക്കെ കാര്യമാണ് കേട്ടോ റൂട്ട് വരാത്തതിന്. പിന്നെ ചില ആൾക്കാർ ഒരുപാട് വെള്ളം അങ്ങ് ഒഴിക്കും, വേഗം വരട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോഴും ചിലപ്പോൾ ഒരുപാട് ഈർപ്പായിട്ട് തണ്ട് ചീഞ്ഞു പോകുന്നാറുണ്ട്. അങ്ങനെയായിട്ടും കട്ടിങ്സ് ചീഞ്ഞു പോയിട്ടൊക്കെ അങ്ങനെ വരില്ല. പിന്നെ നല്ല വെയിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ ഉണങ്ങിപ്പോകാറുണ്ട്. പിന്നെ ചില സമയത്ത് നമ്മൾ എടുത്ത കട്ടിങ്സ്, ഇപ്പോൾ പഴയ ഒരു പൂവൊക്കെ ഉണ്ടായി തൊഴിഞ്ഞു വീണ അങ്ങനെ ഒരു ബോഗൺവില്ലയുടെ ഒരു മോശം കട്ടിങ് ആണെങ്കിലും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്, കട്ടിങ്സ് പിടിക്കാതിരിക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു കട്ടിങ്സ് അതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ വളരെ നൈസും അല്ല, നല്ല കട്ടിയുള്ള ആവരുത്. അങ്ങനെ ഒരു കട്ടിങ്സ് എടുക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം നോക്കേണ്ടത്. പിന്നെ നമ്മൾ പിടിപ്പിക്കുമ്പോൾ കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്തേക്ക് വെക്കണം. കട്ടിങ്സിൻ്റെ എല്ലാ ഇലകളും പോക്കിയിട്ട് പ്ലെയിൻ ഒരു തണ്ട് മാത്രമാക്കി വെച്ചാൽ മതി. അതാണ് നമുക്ക് കട്ടിങ്സ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്ത എല്ലാ കട്ടിങ്സും ഒരുപാട് ഹാർഡല്ല, ഒരുപാട് സോഫ്റ്റും അല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കട്ടിങ്സ് ആണ് വേണ്ടത്. പിന്നെ ഒരിക്കലും നിങ്ങൾ ഈ കട്ടിങ്സ് ഒക്കെ പിടിപ്പിച്ചതിന് ശേഷം ബ്രൈറ്റ് ലൈറ്റിൽ കൊണ്ടുവയ്ക്കരുത്. നല്ല സൺലൈറ്റ് ആണെങ്കിൽ എന്തായാലും കട്ടിങ്സ് ഉണങ്ങിപ്പോകും കേട്ടോ. ഇനി നമുക്ക് പ്രകൃതിദത്തമായ ഏറ്റവും നല്ല ഒരു റൂട്ടിംഗ് ഹോർമോൺ ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നല്ലൊരു റൂട്ടിംഗ് ഹോർമോണ് അത് വെച്ചിട്ട് നമുക്ക് കട്ടിങ്സ് പിടിപ്പിക്കാനുള്ളൊരു രീതിയാണ്. നമുക്ക് അലോവേര യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ അലോവേരേനേക്കാളും എളുപ്പത്തിൽ കട്ടിങ്സ് പിടിക്കുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പഴമാണ്. നമ്മുടെ വീട്ടിലിങ്ങനെ വാങ്ങിയിട്ട് കേടായി പോകുന്ന കറുത്ത പഴം ഉണ്ടാവത്തില്ലേ, ആ പഴമാണ് നമുക്കിതിന് വേണ്ടത്. എന്ന് വെച്ചാൽ ചീഞ്ഞളിഞ്ഞ പഴം. അത് എത്ര സ്പീഡിൽ ഇതിൻ്റെ റൂട്ട്സ് വരിക എന്നറിയാം. നിങ്ങളിത് ചെയ്തു നോക്കിയാൽ ശരിക്കും നിങ്ങൾ അതിശയിച്ചു പോകും. മറ്റെന്ത് റൂട്ടിംഗ് ഹോർമോണിനേക്കാൾ സ്പീഡിൽ റൂട്ട്സ് വരുന്നതിന് നമുക്ക് പഴം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പഴത്തിലേക്ക് കട്ടിങ്സ് എല്ലാം കുത്തി വെച്ചിട്ട് നമ്മൾ മണ്ണിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് കേട്ടോ വേണ്ടത്. മണ്ണിൽ ചെറുതായിട്ട് മണ്ണൊന്ന് കുഴിച്ചിട്ട് പഴം അതിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് കട്ടിങ്സ്. ഈ പഴത്തിൻ്റെ ഉള്ളിൽ നിറയെ വേര് പ്ലാന്റ്സിന് വരാനുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേറെ എടുക്കാൻ സഹായിക്കും കേട്ടോ. പിന്നെ ഈ പഴം കുറച്ച് ദിവസം കഴിയുമ്പോൾ മണ്ണിനോട് ചേർന്ന് പോഷകമായി മാറി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു വളർച്ചയ്ക്ക് സഹായിക്കും. ഇത്ര ബോൺവില്ല പിടിപ്പിച്ചിട്ടും നിങ്ങൾക്ക് ശരിയാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. എന്തായാലും നിങ്ങളുടെ പ്ലാന്റ്സിൽ 2 ആഴ്ച കൊണ്ട് തന്നെ റൂട്ടിംഗ് വരും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി നാളെ വരാം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.